ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ക്ലാസ്സുകൾ ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഡെയിലിയുള്ള നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. ഇന്ന് നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ്റെ പാർട്ട് 2 ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ അധികാരങ്ങളും ചുമതലകളും. പാർലമെൻറ്റ്, സംസ്ഥാന നിയമസഭകൾ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവിടങ്ങളിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് 3 തരം അധികാരങ്ങളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത്. അപ്പോൾ 3 തരം അധികാരങ്ങളുണ്ട് ഇലക്ഷൻ കമ്മീഷനെന്ന് എടുത്തു പറയുന്നത്. അത് ഏതൊക്കെയാണ്? അത് പാർലമെൻറ്റിൻ്റെയും സംസ്ഥാന നിയമസഭ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി ഇതുമായി ബന്ധപ്പെട്ടിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് അധികാരമുണ്ട്, അഡ്വൈസറി അധികാരമുണ്ട്, അതുപോലെ ക്വാസി ജുഡീഷ്യൽ അധികാരമുണ്ട്. അപ്പോൾ 3 ഓർത്ത് വെക്കുക: അഡ്വൈസറി, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ക്വാസി ജുഡീഷ്യൽ അധികാരങ്ങൾ. ഇനി ഓരോ നമുക്ക് എന്തൊക്കെയാണ് പ്രത്യേക അധികാരങ്ങൾ എടുത്തു നോക്കാം. ഇലക്ഷൻ കമ്മീഷൻ്റെ അധികാരങ്ങൾ: നാളിതുവരെ വോട്ടർമാരുടെ പട്ടിക തയ്യാറാക്കുന്നതിന് മേൽനോട്ടം വഹിക്കുന്നു. അപ്പോൾ വോട്ടർ പട്ടിക തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള മേൽനോട്ടം അല്ലേ. അപ്പോൾ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ. ഇത് PYക്കും കൂടുവാണ്, അതുകൊണ്ട് ഇച്ചിരി കൂടെ ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയ. രജിസ്റ്റർ ചെയ്തിട്ടുള്ള പേരുകൾ പട്ടികയിൽ ഉണ്ടാകാതിരിക്കുക, അനർഹരുടെ പേരുകളും നിലവിലില്ലാത്തവരുടെ പേരുകളും കടന്നുകൂടുക തുടങ്ങിയ തെറ്റുകൾ മനസ്സിലാക്കി വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കുന്നതിനുള്ള എല്ലാ പരിശ്രമങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നു. അപ്പോൾ ഓൾറെഡി പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരത് ചിലപ്പോൾ അതിനകത്ത് ഒഴിവായിട്ടുണ്ടാവും, എന്നാൽ നമ്മൾ ഉദ്ദേശിക്കാത്ത ആൾക്കാരുടെ പേരുകളൊക്കെ അതിനകത്ത് കടന്നു കയറിയിട്ടുണ്ടാവും അല്ലേ. അതൊക്കെ ഒന്ന് നോക്കി വോട്ടർ പട്ടിക നമുക്ക് കുറ്റമറ്റതാക്കണം. തെരഞ്ഞെടുപ്പിൻ്റെ സമയക്രമം നിശ്ചയിക്കുകയും തെരഞ്ഞെടുപ്പ് പദ്ധതി തയ്യാറാക്കുകയും ചെയ്യുന്നു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട തീയതി, പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി, സൂക്ഷ്മ പരിശോധനാ തീയതി, പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി, തെരഞ്ഞെടുപ്പ് തീയതി, വോട്ടെണ്ണൽ ഫലപ്രഖ്യാപനം തുടങ്ങിയവയെല്ലാം ഉൾപ്പെടുന്നതാണ് തെരഞ്ഞെടുപ്പ് പദ്ധതി. അപ്പോൾ തെരഞ്ഞെടുപ്പ് പദ്ധതി തയ്യാറാക്കണം. അതിനകത്ത് എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഇലക്ഷൻ്റെ വിജ്ഞാപനം തുടങ്ങി, പിന്നെ എല്ലാവരും നമ്മൾ ആദ്യം ഒരു വിജ്ഞാപനം നമുക്ക് PSC ആയിട്ട് അത് ഉപമിച്ചൂടെ? ഒരു PSC ആണെങ്കിൽ എങ്ങനെയാണ്? ആദ്യം വിജ്ഞാപനം പുറപ്പെടുവിക്കും, പിന്നെ നമ്മളതിന് ആപ്ലിക്കേഷൻ കൊടുക്കും അല്ലേ. അതുപോലെ അതുമായിട്ടൊന്ന് കണക്ട് ചെയ്താൽ കിട്ടുന്നതായിരിക്കും. ആദ്യം ഇലക്ഷൻ ഒന്ന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു, പിന്നെയോ നമ്മൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും അല്ലേ. ഒരു തീയതി വെച്ചിട്ട് അതിനുള്ളിൽ നമ്മൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കണം. പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഉണ്ടാവുമല്ലോ. ഇന്നതിനുള്ളിൽ നമ്മളിപ്പം പിന്നെ PSCക്ക് ആണെങ്കിലും ഇന്ന ദിവസത്തിനുള്ളിൽ അല്ലേ പിന്നെ തീയതിയൊക്കെ തരും നമുക്ക്. അതുപോലെ പിന്നെ അവരത് കൊടുത്തു കഴിഞ്ഞാൽ സൂക്ഷ്മ പരിശോധന നടത്തും. ഈ ഇലക്ഷൻ കമ്മീഷൻ സൂക്ഷ്മ പരിശോധന നടത്തും. പിന്നെ നമുക്കൊരു അവസരം തരും. ഇനി അഥവാ ഈ പത്രിക പിൻവലിക്കാനൊരു ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതിന് ഒരു തീയതി കൊടുക്കും അല്ലേ. അങ്ങനെ അതിനുള്ളൊരു അവസാന തീയതി ഉണ്ട്. പിന്നെ തിരഞ്ഞെടുപ്പിൻ്റെ ഇലക്ഷൻ്റെ തീയതി പ്രഖ്യാപിക്കും. അതുപോലെ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വോട്ടെണ്ണണ്ടേ, ആ വോട്ടെണ്ണൽ കഴിഞ്ഞാൽ ഫലപ്രഖ്യാപനം. ഇത്രയാണ് അവരുടെ നെക്സ്റ്റ് അധികാരം എന്ന് പറയുന്നത്. പിന്നെ സ്വതന്ത്രവും നീതിപൂർവവുമായ ഒരു തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നതിന് തെരഞ്ഞെടുപ്പ് പ്രക്രിയകളുടെ ഏത് ഘട്ടത്തിലും തീരുമാനമെടുക്കാനുള്ള അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഞാൻ ഇന്നലത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്വതന്ത്രവും നീതിപൂർവവുമായ ഒരു ഇലക്ഷനാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത് അല്ലേ. അതിനുവേണ്ട എല്ലാ തീരുമാനങ്ങളും ഏത് ഘട്ടത്തിൽ എന്ത് തീരുമാനം എടുക്കാനുള്ള സ്വതന്ത്ര അവകാശം ഈ ഇലക്ഷൻ കമ്മീഷനുണ്ട്. രാജ്യത്തെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തോ അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിലോ തെരഞ്ഞെടുപ്പ് അന്തരീക്ഷം കലുഷിതമാവുകയും സ്വതന്ത്രവും നീതിപൂർവവും അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് സാധ്യമല്ലാത്ത സമയത്ത് ആ തെരഞ്ഞെടുപ്പ് വേണമെങ്കിൽ നീട്ടിവെക്കാനുള്ള അധികാരം കൂടി ആർക്കുണ്ട്? ഈ ഇലക്ഷൻ നമുക്ക് വേണമെങ്കിൽ നീട്ടിവെക്കാം. നെക്സ്റ്റ്, ഒരു പ്രത്യേക മണ്ഡലത്തിൽ വീണ്ടും വോട്ടെടുപ്പ് ആവശ്യമായി വന്നാൽ, അതായത് റീപോൾ ആവശ്യമായി വന്നാൽ അത് നടത്താനുള്ള അധികാരം ആർക്കെന്നെയാണ്? ഈ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷന്. സ്വതന്ത്രവും നീതിപൂർവവും അല്ലാത്ത വോട്ടെണ്ണൽ നടന്നെന്ന് കമ്മീഷന് ബോധ്യം വന്നാൽ എന്ത് ചെയ്യും? വീണ്ടും വോട്ടെണ്ണൽ പ്രഖ്യാപിക്കാനുള്ള അധികാരവും കമ്മീഷനുണ്ട്. നെക്സ്റ്റ്, രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള അംഗീകാരം നൽകുന്നതും അവർക്ക് ഓരോരുത്തർക്കുമുള്ള ചിഹ്നം അനുവദിക്കുന്നതും എടുത്തു ചോദിച്ചാണ്. ചിഹ്നം അനുവദിക്കുന്നതും ഇലക്ഷൻ കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയാ വേളയിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചുമതലകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ച് നൽകുന്നു. അവരുടെ മേൽ പൂർണ്ണ നിയന്ത്രണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെയും ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടീസ് കൊടുക്കും അല്ലേ. ആ ഡ്യൂട്ടിയിൽ അവരെ മൊത്തമായി നിയന്ത്രിക്കുന്നത് ആരെന്നെ? ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാനും അവരുടെ സ്ഥലം മാറ്റം റദ്ദാക്കാനും രാഷ്ട്രീയ നിഷ്പക്ഷതയോടെ കൂടി പ്രവർത്തിച്ചില്ലെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കാനുള്ള അധികാരവും ഈ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷനുണ്ട്.
പാർലമെന്റിന്റെ ഡീലിമിറ്റേഷൻ, അതായത് നമ്മുടെ നിയോജക മണ്ഡലത്തിന്റെ അതിർത്തി രേഖകൾ നിർണ്ണയിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് ക്രമീകരണവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അന്വേഷിക്കുന്നതിന് ഉദ്യോഗസ്ഥരെ നിയമിക്കും. ഇനി എന്തെങ്കിലും ഒരു തർക്കം ഉണ്ടായി അതിന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷന്. അതുപോലെ പെരുമാറ്റച്ചട്ടം നിർണ്ണയിക്കുന്നതും ഇവർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടികളും സ്ഥാനാർത്ഥികളും പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടം തയ്യാറാക്കുന്നു. പെരുമാറ്റച്ചട്ടം തെരഞ്ഞെടുപ്പ് കാലത്ത് റേഡിയോയിലൂടെയും ടി വിയിലൂടെയും രാഷ്ട്രീയ പാർട്ടികളുടെ നയവിശദീകരണം നൽകും. ഓക്കെ, അപ്പം നമുക്ക് കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി റേഡിയോയിലൂടെയും അതുപോലെ ടി വിയിലൂടെയൊക്കെ നയപ്രഖ്യാപനമൊക്കെ പറയുന്നതും ഈ ഇലക്ഷൻ കമ്മീഷണേഴ്സാണ്. പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയുടെ കാര്യത്തിന് പ്രസിഡന്റിനെ ഉപദേശിക്കും. അപ്പോൾ പ്രസിഡന്റിന് ഉപദേശം കൊടുക്കും. എന്തിന്? പാർലമെന്റ് അംഗത്തിന് ആർക്കെങ്കിലും ഒരു അയോഗ്യത ഉണ്ടെങ്കിൽ, ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവരോടത് ഉപദേശിച്ചു കൊടുക്കും. സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങളുടെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതുപോലെ ഗവർണറോട് ഉപദേശിക്കും. മേലെ പ്രസിഡന്റിനോട് ഉപദേശിക്കും, താഴെ നമുക്ക് സംസ്ഥാനത്താവുമ്പം ഗവർണറോട് ഉപദേശിക്കും. പ്രസിഡന്റ് ഭരണം നിലനിർത്തുന്ന സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സാഹചര്യങ്ങളിലോ തിരഞ്ഞെടുപ്പ് അനുകൂല സാഹചര്യം ഉണ്ടോ ഇല്ലയോ എന്ന സാഹചര്യങ്ങളിൽ പ്രസിഡന്റിന് ഉപദേശം നൽകുക. അപ്പോൾ ഒരു സംസ്ഥാനത്ത് ചിലപ്പം പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയങ്ങളുണ്ടാവും. ആ സമയങ്ങളിലൊക്കെ അവിടെ ഇലക്ഷൻ നടത്താൻ പറ്റുമോ, അനുകൂല സാഹചര്യം ഉണ്ടോ എന്നൊക്കെ നമുക്ക് പ്രസിഡന്റിന് ഉപദേശം നൽകുന്നതും ഈ ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പോൾ ഇത്ര വരെയുള്ള മെയിൻ പോയിന്റ്സ് ഒക്കെ നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു പോവാം. അപ്പോൾ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു. വോട്ടർ പട്ടിക എന്ത് വേണം? കുറ്റമറ്റതല്ലാതാക്കുന്നത് ഇവരാണ്. അതുപോലെ ഇലക്ഷൻ്റെ സമയക്രമമൊക്കെ നിശ്ചയിക്കുന്നു, ഇലക്ഷൻ്റെ വിജ്ഞാപനം നടത്തുന്നു, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി കൊടുക്കുന്നു, സൂക്ഷ്മ പരിശോധന, പത്രിക പിൻവലിക്കാം, അതുപോലെ തെരഞ്ഞെടുപ്പ് തീയതി, വോട്ടെണ്ണൽ, ഫലപ്രഖ്യാപനമൊക്കെ ഇവർ തന്നെ. അതുപോലെ സ്വതന്ത്രവും നീതിപൂർവമായ ഒരു ഇലക്ഷനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വേണമെങ്കിൽ നീട്ടിവെക്കാൻ പറ്റും, റീപോൾ നടത്താൻ പറ്റും, അതായത് വീണ്ടും വോട്ടെടുപ്പ് നടത്താം. അതുപോലെ വോട്ടെണ്ണൽ വേണമെങ്കിൽ നമുക്ക് വീണ്ടും വോട്ടെണ്ണുന്ന റീകൗണ്ടിനുള്ളൊരു അവസരം കൂടി ഇവർക്ക് ലഭിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഓരോരുത്തർക്കും ചിഹ്നം അനുവദിക്കുന്നു. ഓക്കെ, ചിഹ്നം അത് ഓർത്ത് വെക്കേണ്ട പോയിന്റാണ്. പിന്നെ നടപടി എടുക്കാനുള്ള അധികാരം ഇവർക്കുണ്ട്. നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കാനുള്ള അധികാരമുണ്ട്. പെരുമാറ്റച്ചട്ടം നിർണ്ണയിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ നയ വിശദീകരണം നടത്തും. അതുപോലെ ഗവർണറെയും പ്രസിഡന്റിനെയും ഇതിൻ്റെ കാര്യത്തിൽ ഉപദേശം നൽകാൻ വരെ അവകാശം ഇവർക്കുണ്ട്, അതിനുള്ള അധികാരമുണ്ട്. ഓക്കെ, താങ്ക് യു.